ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഗായ്സ്. അപ്പം ഇന്നലത്തെ പറഞ്ഞപ്പോഴേക്കും ഇന്ന് മഴ കുറയുന്നായിരുന്നു. പക്ഷേ ഇന്ന് തെക്കൻ അറബിക്കടലിൽ അന്തരീക്ഷ ചുഴി ഉള്ളതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിൽ മഴ ശക്തിപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും തെക്കൻ മധ്യ കേരളത്തിലാണ് മഴ ശക്തമാവുക. ഇന്നലെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലയിൽ തകർപ്പൻ മഴ റിപ്പോർട്ട് ചെയ്തു. ഈ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയാണ് ഇന്നലെ തകർപ്പൻ മഴയായിട്ട് ലഭിച്ചു ഈ ജില്ലകളിൽ. അതേസമയം ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ 2 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഈ മഴ ചിലപ്പോൾ വരും ദിവസങ്ങൾ തുടർന്നേക്കാം. കാര്യം ഇപ്പോൾ ഇന്നലത്തെ തന്നെ ഗ്രീൻ അലർട്ട് ഇന്നായിരുന്നു, പക്ഷേ അത് മാറി ഇപ്പോൾ ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ കാലാവസ്ഥ വിവരം മറിയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് കാലാവസ്ഥ വിവരങ്ങൾ തെറ്റിപ്പോകുന്നത്. പക്ഷേ ഈ മാസം 25ഓടെ ചുഴലിക്കാറ്റ് രൂപപ്പെടാനിരിക്കുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വേഗത എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. എന്നാലും തമിഴ്നാട്ടിലായിരിക്കും ഇത് കരകയറുക. അതുകൊണ്ട് തന്നെ തമിഴ്നാട് അതീവ ജാഗ്രത വേണ്ടി വരും. കേരളത്തിലും ഇന്നും നാളെയും മഴ കനക്കും. നാളെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പക്ഷേ ഇന്നലെ പറഞ്ഞ പോലെ യെല്ലോ അലർട്ടിനുള്ള മഴ തന്നെയാണ് ഇന്നലെ ഈ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയിൽ ലഭിച്ചത്. അപ്പോൾ തന്നെ കാലാവസ്ഥ വിവരണം അപ്ഡേറ്റ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.